കേരളത്തിൽ ആരും കണ്ടിട്ടധികം ഞെട്ടാത്തതും എന്നാൽ എവിടെന്നാണ് ഇതിനുള്ള പണമെന്നും ചോദിക്കാത്ത ഒരു ദൃശ്യം ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് സംഘപരിവാറിന്റെ ഒരു ഉത്തരവ് പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ നടപ്പാക്കി എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയുടെ ദൃശ്യം കാണിച്ചു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേരളം എന്ന പേര് മാറ്റി ഉത്തരവിറക്കിയത് ഉടനടി സ്വന്തം വീട്ടുവളപ്പിൽ നടപ്പാക്കി എന്ന ദൃശ്യം കാട്ടാൻ വേണ്ടിയാണ് ഏഷ്യാനെറ്റ് ഈ ഒരു ദൃശ്യം പുറത്തേക്ക് വിട്ടത്. പക്ഷേ അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ഏഷ്യാനെറ്റിനുള്ളിൽ ഇരിക്കുന്നവർക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു വീട് വയ്ക്കാൻ VK ശ്രീകണ്ഠന് പണം എന്ന് അവർക്ക് ഉന്നയിക്കാനേ തോന്നിയിട്ടില്ല. ആ തോന്നലില്ലായ്മയാണ് പിണറായിയുടെ വീടല്ലാത്ത വീട്, പിണറായി വിജയന്റെ വീട് എന്ന പേരിൽ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് കോടാനുകോടി സ്വത്തുണ്ടെന്ന പ്രചരണം നടത്തുമ്പോൾ റിയൽ ആയിട്ട് കേരളത്തിലെ കോൺഗ്രസുകാർ 10 വർഷം അധികാരത്തിലില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഓരോ നേതാക്കന്മാർ വെച്ചിരിക്കുന്ന ആഡംബര വീടുകൾ ഒന്ന് നോക്കിയേ. അതിനോടൊപ്പം തന്നെ ഒരു ലോക്സഭാ MP എന്നുള്ള നിലയ്ക്ക് സ്വന്തം വീടിന്റെ മുന്നിൽ ഇത്രയും വലിയ ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്ന അല്പത്തരം കൂടി നാട്ടുകാർ ഒന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ 2 ടേൺ MP ആയ വ്യക്തിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ഒരു കോൺഗ്രസിന്റെ ഗാന്ധിയൻ മാർഗം, ഗാന്ധിയൻ ആശയം എന്നൊക്കെ പറഞ്ഞാൽ ആ വീടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഗാന്ധിയൻ ആശയമോ ആദർശമോ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ആഡംബരമായിട്ടുള്ള വീടുകൾ. എവിടെ നിന്നായിരിക്കും VK ശ്രീകണ്ഠൻ മറ്റ് ജോലികൾക്കൊന്നും പോകാതെ ഇത്രയും വലിയ വീട് വെച്ചിട്ടുള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിത ബാക്ക്ഗ്രൗണ്ടുകളിലേക്ക് ഏഷ്യാനെറ്റിന് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? നോക്കുന്നില്ല. ആ കണ്ണ് നാട്ടുകാർ ഒന്ന് തിരിച്ചറിയേണ്ട കണ്ണാണ്. ഇടതുപക്ഷ നേതാക്കന്മാരുടെ പിന്നാലെ നടന്ന് അവരുടെ മക്കളുടെ ജോലി, അവരുടെ വീട്, അവർ ധരിക്കുന്ന വസ്ത്രം, അവർ യാത്ര ചെയ്യുന്ന കാറുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ചുഴിഞ്ഞു നോക്കുന്നവരുടെ കണ്ണിലേക്ക് ഇത്തരം കാഴ്ചകൾ പെടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായി നമ്മൾ ചോദ്യം ഉന്നയിക്കണ്ടേ? സമൂഹത്തിനോട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? VK ശ്രീകണ്ഠൻ എന്ന വ്യക്തിക്ക് 10 വർഷം MP ആയിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ വിശാലമായിട്ടുള്ള വീട് വരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോ റിയലായി ചില ഇടങ്ങളിലൊക്കെ വന്ന് സാമ്പത്തികം കുമിഞ്ഞു കൂടുന്ന ഇടങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംശയവുമല്ല, അവർക്ക് അത്തരം കാഴ്ചകൾ കണ്ടാൽ വിവാദവുമല്ല, വാർത്തയുമല്ലാതായി മാറുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നാട്ടുകാർ ചിന്തിക്കേണ്ടത്. പിണറായിയുടെ വീടല്ലാത്തത് അദ്ദേഹത്തിന്റെ വീടായി ചാപ്പകുത്തി പ്രചരിപ്പിച്ചവർ, പിണറായിയുടെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ കമ്പനി ഉണ്ടെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോ ഈ കാഴ്ചകളൊക്കെ വിസ്മരിക്കുകയും അതൊക്കെ ആകാം, അതൊക്കെ സർവ്വസാധാരണം എന്ന നിലയിലൊക്കെ മനോഭാവം കാട്ടുമ്പോൾ വാർത്ത എന്ന പേരിൽ പലതും പടച്ചുവിടാനിരിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് VK ശ്രീകണ്ഠന്റെ അത്യാഡംബര വീട്. ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും ആലുവയിൽ കോടാനുകോടി ചെലവാക്കി നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ ദൃശ്യവും പുറത്തു വന്നിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതും വാർത്തയായിരുന്നില്ല. കേവലം 5 ടേൺ MLA ആയിരുന്ന വ്യക്തി പറവൂരിൽ നിന്ന് ആലുവയിൽ സ്ഥലം വാങ്ങി അവിടെ ഇത്രയും വലിയൊരു ആഡംബര വീട്, ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിനടുത്ത് വെച്ച വലിയ വീടിനെ സംബന്ധിച്ച് ഇതുവരെ ചോദ്യമോ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ഇത്രയും ആഡംബരപൂർണമായ രീതിയിലാണെന്ന് ബോധ്യപ്പെടുത്താതെ അവരെ ഇപ്പോഴും ഗാന്ധിയന്മാരാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഗാന്ധിയന്മാരുടെ ജീവിതങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ആഡംബരപൂർണമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് VK ശ്രീകണ്ഠന്റെ ഔദ്യോഗിക വസതിയുടെ ദൃശ്യം പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടുന്നത്.